എങ്ങനെയുണ്ട് ഇത് ഇരുന്നിട്ട്? ഇല്ലല്ലേ ഗായ്സ്, അങ്ങനെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ ഞങ്ങളിങ്ങനെ ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൈഡിന് ഇറങ്ങിയ. അപ്പോൾ ഈ പുള്ളി ഞാൻ റോഡിൽ നിന്ന് കണ്ടു മുട്ടിയത്. അപ്പം ഇങ്ങനെ ഇവിടെ ഒരു നമ്മൾ സ്ഥിരം പോകുന്ന സ്ഥലം, നമ്മുടെ എന്താ പറയുക, ഒരു ട്രാക്ക് 28 എന്ന് പറഞ്ഞൊരു അടിപൊളി കാഫേ ഉണ്ട്. അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാം. ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞ് വീക്കെൻഡാണ്. അപ്പോൾ ഇഷ്ടംപോലെ റൈഡേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഈ വണ്ടി ആണെങ്കിൽ 98 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 98 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്ന് ഇതിൻ്റെ മണ്ടക്കൂടെ കയറ്റാൻ പോലും പറ്റില്ല. അടിപൊളി വണ്ടി കേട്ടോ, ഒരു രക്ഷയില്ല. സൂപ്പർ ചാർജർ, ഒരു രക്ഷയില്ലാത്ത ഫീല സാധനം. എയർ വലിക്കുന്ന ഫീല് ഒന്നുമില്ല, ഒന്നും പറയാനില്ല. അപ്പോൾ എൻ്റെ അടുത്ത് GPS ഒന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിറ്റ് ചെയ്യാൻ ഒരു ഗ്യാപ്പും ഇല്ല വണ്ടിയിൽ. അപ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണം. അപ്പം എൻ്റെ വൈഫ് ഇപ്പോൾ തൽക്കാലം മൊബൈൽ നോക്കുന്നത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം 7:30 കാഫേ തുറക്കും. അപ്പോൾ അപ്പോഴത്തേനും അവിടെ എത്തണം. ഇപ്പോൾ എത്ര സമയം 6:58 ആയിട്ടേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം ക്യാമറയൊക്കെ ഉള്ള സ്ഥലം കേട്ടോ. അപ്പോൾ ഇനി 3 കിലോമീറ്ററിൽ നമുക്ക് തിരിയണം. ഇവിടെ സ്പീഡ് ക്യാമറ ഉണ്ട്. പക്ഷേ പമ്പ് ഉണ്ടായിരുന്നു, പെട്രോൾ അടിക്കണമായിരുന്നു, മറന്നുപോയി. പിന്നെ അടിക്കാം. 1600 കിലോമീറ്റർ കഴിയുമ്പോൾ ചക്കം പിന്നെ എൻജിൻ സെറ്റാകുമെന്ന് തോന്നുന്നു. പിന്നെ ഒന്നും പേടിക്കാനില്ല, പിന്നെ ഒന്നും നോക്കാനില്ല. പക്ഷെ നല്ല അന്യായ പവർ കേട്ടോ ഇത്. സൂപ്പർ ചാർജർ ഒരു രക്ഷയില്ല. ഞങ്ങൾ മിക്കവാറും കാഫേ തുറക്കുന്നതിൻ്റെ മുമ്പ് അവിടെ എത്തുന്ന ലക്ഷണമായി പോക്ക് പോയി കഴിഞ്ഞാൽ അപ്പോൾ എവിടെയും നിർത്തി പെട്രോൾ അടിച്ചൊന്ന് ടൈം എടുത്ത് പോകണം, അപ്പോഴേ ശരിയാകത്തുള്ളൂ. ഇങ്ങനെ നേരെ പിടിച്ച ബൈക്ക് പറ്റൂ, നല്ല വെയിറ്റ് ആയിരിക്കും അല്ലേ. ഇവനാണെങ്കിൽ നല്ല കനോ 240 കിലോ ഉണ്ട്. 19 എന്ന് ഫസ്റ്റ് റൈഡ് കേട്ടോ ഈ വണ്ടി എടുത്തിട്ട്. ഞങ്ങളല്ല, ഞാൻ പോലും റൈഡൊന്നും പോയിട്ടില്ല. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി. അതാണ് നമ്മുടെ ഇതിൻ്റെ സൂപ്പർ ചാർജർ വരുന്നത്. ഈ സാധനം ഇതിനകത്തോടാണ് ഇവൻ എയർ ഇരിക്കുന്നത്. ഇവിടാണ് അതിൻ്റെ സാധനം ഇരിക്കുന്നത് കേട്ടോ. ഈ ചുമന്ന സാധനമാണ് അതിൻ്റെ സൂപ്പർ ചാർജറിൻ്റെ ഇതിരിക്കുന്നത്. ഈ മാപ്പില്ലാത്ത വല്ലാത്തൊരു ഇത് കേട്ടോ. ഇനി എവിടെ കൊണ്ട് മാപ്പ് ഹോൾഡർ വെക്കുമെന്ന് അറിയത്തില്ല. ഈ റോഡ് ഫുള്ള് ക്യാമറ ആണല്ലോ. രാവിലെ എഴുന്നേറ്റ് 5 മണി 6 മണിക്കാണ് റൈഡ് പോകാനുള്ള ഫീലുണ്ടല്ലോ, അത് എപ്പോഴും ഒരു ഫീൽ തന്നെ. മാതൃഭൂമിയോ അല്ല, ബാത്റൂം. സൈക്കിളുകാർ അപ്പച്ചന്മാർ രാവിലെ റൈഡിന് ഇറങ്ങി അവിടെ പോയിരുന്ന് ഫുഡ് അടിക്കുന്നു. ഒരു മൈൻഡും ഇല്ലാതെ പോകുന്ന ഏതോ ഒരു ബൈക്കുകാർ. അങ്ങനെ നമ്മൾ വിൻസ്റ്റോർ എത്തി. വിൻസ്റ്റോറിൽ നിന്ന് ഇച്ചിരി കൂടെ പോയാൽ ട്രാക്ക് 28 എത്തി. വണ്ടി സെറ്റാട്ടോ. ടാങ്കൊക്കെ ആണ് നമ്മൾ കാലിങ്ങനെ പിടിച്ചോണ്ടിരുന്നോളൂ. എനിക്കൊന്ന് ഇന്ത്യയിൽ ഈ വണ്ടി അവൈലബിൾ. ഞാൻ ഒത്തിരി പേരുടെ യൂട്യൂബ് വീഡിയോ കണ്ടു. മലയാളികളുടെ റിവ്യൂ കണ്ടിട്ടുണ്ട്. അത്യാവശ്യം സൂപ്പർ ബൈക്കൊന്നും എടുക്കാതെ ഇതെടുക്കുന്നതാണ്. 198 ഹോഴ്സ് പവർ ഉണ്ട് സാധനം. അവനാകുമ്പോൾ നമുക്ക് ചെക്കാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാം. എന്നാൽ സെയിം പവറും കിട്ടും. എന്നാൽ ശരിക്കും ഒരു സൂപ്പർ ബൈക്ക് ഫീലും കിട്ടും. ഇത് ഫുള്ളി നേക്കഡും അല്ല, ഫ്രണ്ടെല്ലാം ഫുള്ള് ഫെയറിങ് ഉള്ളതുകൊണ്ട്. പിന്നെ 198 ഹോഴ്സ് പവർ ഉണ്ടെങ്കിലും വണ്ടിയുടെ ഇലക്ട്രോണിക്സ് ഒരു രക്ഷയില്ലാത്ത സംഭവമായതുകൊണ്ട് ഏതോനും ഓടിച്ചുകൊണ്ട് 200 ഞാൻ പറയുന്നില്ല. അത്യാവശ്യം ഒരു 700 cc അങ്ങനത്തെ ബൈക്കൊക്കെ ഓടിച്ച് നടക്കുന്നവർക്ക് സുഖമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നേ ഉള്ളൂ. അതല്ല, ഒന്നും പേടിപ്പിക്കുന്ന പോലത്തെ പവർ ഒന്നും വരുന്നില്ല. ഇപ്പോൾ ഞാൻ റോഡ് മോഡ് ഇട്ടാൽ ഒന്നും അറിയാനില്ല. ജസ്റ്റ് സിമ്പിളായിട്ട് റോഡും റെയിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാധാ ബൈക്ക് ഓടിക്കുന്നവർ ഓടിക്കാം. നല്ലൊരു റോഡ് ബൈക്ക്, നല്ല പക്ക റോഡ് ബൈക്ക്, നല്ല കംഫർട്ടബിളും ഭയങ്കര സൂപ്പർ ബൈക്ക് ഫീലും, എന്നാൽ അത്യാവശ്യം നല്ല അപ്രൈറ്റ് പൊസിഷനും, നല്ലൊരു എല്ലാം കൂടെ ഒരു മുതൽ ചക്കനവൻ. ഇതേതാ സ്ഥലം? ഇതാണ് തോന്നുന്നു കേട്ടോ, വിൻസ്റ്റോർ. ഏതാണ് വിൻസ്റ്റോർ? അങ്ങനെ ഒത്തിരി ബൈക്കുകാരെ കാണാം എന്നുള്ള പ്രതീക്ഷയോടെയാണ് അങ്ങോട്ട് പോകുന്നത്. ട്രാക്ക് 28 അവിടെ സാധാരണ ഒത്തിരി ബൈക്കേഴ്സ് ഉള്ളതാണ്. നോക്കാം നമുക്ക്.
ഇതാണ് ഓക്സ്ബറി റിവർ. ഓക്സ്ബറി റിവർ നമ്മളൊന്ന് പോയില്ലേ? ഗൈസ് ഇതാണ് അടിപൊളി ഭംഗിയുള്ള സ്ഥലം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയ അവിടെ വൈസ്മിൻസ്ബറിയിലോട്ട് പോയപ്പോഴാണെന്ന് തോന്നുന്നു നമ്മൾ ഈ സ്ഥലം കണ്ടത്. പശുവിന് വേണ്ടി ആയിരിക്കും, പശു ഫാം ആയിരിക്കും. ഫുള്ള് ലോക്കൽ ഓസികൾ. ആ ലോക്കൽ ഓസികൾ ഇങ്ങനെ ഇവിടെ കൃഷി കേട്ടോ. പുല്ല് ഇത് ഇതാന്ന് തോന്നുന്നു, ലോണിന് വേണ്ടിയുള്ള പുല്ലാന്ന് തോന്നുന്നു. ഞാൻ പശുവിന് വേണ്ടിയുള്ള പുല്ലാണ് ആദ്യം. ഓ ഭയങ്കര ഒരു ഗ്രാമീണ മണമാട്ടോ ഇതിൻ്റെ പോകുമ്പോൾ. ആ ഒരു വളത്തിൻ്റെ നമ്മുടെ ആ ഒരു സംഭവം. ദിവസം അങ്ങനെ ഞങ്ങൾ ക്യാഫെ എത്താനായി ഇച്ചിരി കിലോമീറ്ററുകളും കൂടെ ഉള്ളൂ. അയ്യോ കൈസ് അങ്ങനെ ഇത് തുറന്നിട്ട് പോലും ഇല്ല, ഒരു മനുഷ്യനും എത്തിയിട്ടില്ല. ഷോ ഇത് നടച്ചിട്ടേക്കോന്നോ അതോ ആൾക്കാർ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അല്ലേ എങ്ങോട്ടേലൊക്കെ? ഓക്കെ അപ്പോൾ ഒരു 7:40 തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ക്യാഫെ. ഒരു തുറന്നിട്ട് പോലും ഇല്ല. ആരും ഇത്ര നേരത്തെ വരുമെന്ന് തോന്നുന്നില്ല. പൈസ അപ്പോൾ നമുക്ക് ചുമ്മാ ഫെറിയെ കയറി അപ്പുറം പോയിട്ട് തിരിച്ചു വരാം. എല്ലാവരും വിചാരിക്കുന്നുണ്ടോ രാവിലെ തന്നെ ഏതോമാർ എഴുന്നള്ളി? എല്ലാവരും വിചാരിക്കുന്നുണ്ടോ രാവിലെ തന്നെ ആരും എഴുന്നള്ളിയേക്കുന്നതെന്ന്? അയാള് നമ്മളിപ്പോ തന്നെ തിരിച്ചു ചെല്ലും. അങ്ങനെ അവസാനം അവർ തുറന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നിർത്തിയൊരു ഫോട്ടോ എടുക്കട്ടെ. ചുമ്മാ ഫോട്ടോ എടുക്കാം. അറിയോ അവിടെ നിന്നോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോകാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ റിവറിൻ്റെ സൈഡിൽ ചുമ്മാ നിർത്തിയത് ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി.